നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. അവളുമായുള്ള ബന്ധം ആന്റി ഉപേക്ഷിക്കണം. അതെ, മറ്റുള്ളവരുടെ ചോരി നീര് ഊറ്റി ശ്രമിക്കുന്ന വേറെ മാന്യന്മാരും ഇവിടെ ഉണ്ട്. ഇന്ന് അതിനൊരു തീരുമാനം ഉണ്ടാകുന്ന ദിവസമാ. ദേ, ഇന്ന് നിന്റെ അച്ഛനെ ഞങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നാ ആ വക്കീൽ പറഞ്ഞിരിക്കുന്നേ. ഇന്നും അയാൾ വന്നില്ലെങ്കിൽ അടുത്ത വണ്ടിക്ക് ഞാനും ഇന്ദ്രന് ഹൈദരാബാദിന് പോകാനാ തീരുമാനം. ഞങ്ങളുടെ കൂടെ ഹർഷിയും ഉണ്ടാവും. ആരാ ചോദിക്കാൻ വന്നിരിക്കുന്ന രണ്ടെണ്ണം കൂടി. ഏട്ടത്തി വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടല്ലേ? ഇതൊക്കെ രാത്രിയിൽ അലക്കിടേണ്ട വല്ല കാര്യമുണ്ടായിരുന്നോ? ഏട്ടത്തി വീട്ടിൽ നിന്ന് വന്ന ശേഷം ഞാനും ഏട്ടനും ഒക്കെ ഒരു ഡ്രസ്സ് 2-3 ദിവസം ഇടാറുണ്ട്. അത് അലക്കി തരാൻ ഏട്ടത്തി അവിടെ ഇല്ലാത്തോണ്ടല്ലേ. ഞാനുള്ളപ്പോ അത് സമ്മതിക്കില്ലെന്ന് അറിയില്ലേ? അതിപ്പോ അവിടെ ആയാലും ഇവിടെ ആയാലും. സത്യേട്ടാ, ചായ. താങ്ക്സ്. മാഷിന് ചായ കൊടുത്തോ ചിരു? അച്ഛൻ അമ്പലത്തിൽ പോയിരിക്കുക. ആഹാ, ആണോ? ഞാൻ ഇറങ്ങുന്നതിന് മുൻപ് മാഷ് വരുമായിരിക്കും അല്ലേ? സത്യേട്ടന് ഇറങ്ങണമെങ്കിൽ ബൈക്ക് നന്നാക്കി കൊണ്ടുവരണ്ടേ? നീ രാത്രിയിൽ ഇന്ദ്രേട്ടനെ വിളിച്ച് പറഞ്ഞിരുന്നില്ലേ രാവിലെ ഇവിടുന്ന് വരാൻ പറ്റുമെന്ന്? അപ്പോ ഷോപ്പിലെ കാര്യങ്ങളൊക്കെ ഇന്ദ്രേട്ടൻ നോക്കില്ലേ സത്യം? ഏട്ടൻ ഇപ്പൊ അത്ര നേരത്തെ ഒന്നും കടയിൽ പോകില്ല എടുത്തി. കണ്ണനെ വിളിച്ച് പറയുമായിരിക്കും. അവനാണെങ്കിൽ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്ത് അത്ര വലിയ പരിചയമില്ല. ഞാൻ എന്തായാലും വർക്ക്ഷോപ്പിലെ ചേട്ടനൊന്ന് വിളിച്ചു നോക്കട്ടെ. അയ്യോ, ഫോൺ ചാർജ് തീർന്ന് ഓഫായല്ലോ. ചിരു, ഇതിനെ പറ്റി ചാർജർ ഉണ്ടോ? നോക്കട്ടെ. ആ, ഇത് ഞാൻ കുത്തിവെച്ചേക്കാം. ആ, ഏട്ടത്തിന്റെ ഫോണിൽ നിന്ന് ചേട്ടനൊന്ന് വിളിക്കോ? ആ, വിളിക്കാം. ആ, റിങ് ചെയ്യുന്നുണ്ട്. ഹലോ. ഹലോ, ഞാൻ സത്യനാ. അല്ല, ഇന്നലെ രാത്രി വണ്ടി റിപ്പയറിന് തന്നില്ലേ? ഞാനതിന്റെ പാർട്സ് വാങ്ങാൻ പോവാ. സാധനം കിട്ടിയ 10 മിനിറ്റിന്റെ പണിയേ ഉള്ളൂ. അതെ, എന്നാലും ഏതാണ്ട് എപ്പോ എത്തും? പോയിട്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു, അതാ. കൂടി വന്ന 1/2 മണിക്കൂർ. അതിനുള്ളിൽ ഞാൻ വണ്ടി അവിടെ എത്തിക്കാം. ഓക്കെ, താങ്ക്സ്. 1/2 മണിക്കൂർ കൊണ്ട് വരുന്ന പറഞ്ഞേ. ചേരു, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായോ? അമ്പിളി ചേച്ചി എല്ലാം റെഡിയാക്കുന്നുണ്ടായിരുന്നു. ഞാനൊന്ന് നോക്കട്ടെ. ആ ഡ്രസ്സിങ് തന്നെ കിടത്തി. ഞാൻ അപ്പോഴേക്ക് റെഡി ആവട്ടെ.
മനുഷ്യൻ സത്യം വരാൻ പറഞ്ഞിരുന്നു. അതാ ഞാൻ വന്നത്. ഇന്ന് നമ്മൾ ഒരുമിച്ച് അഡ്വക്കേറ്റിനെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ജോലി സ്ഥലത്തുനിന്ന് ലീവ് എടുത്ത് വന്നതാ. സത്യനെ വിളിച്ചിട്ട് കിട്ടിയില്ല. സത്യേട്ടന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്തോളാം. സത്യം വരാതിരിക്കില്ല. ശരി, വീട്ടിലേക്ക് ഇരിക്കാം. ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ശരിയല്ല. വേണ്ട, വീട്ടിലേക്ക് ഞാൻ വരുന്നില്ല. ഇവിടെ നിൽക്കുന്നത് ശരിയല്ലെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും മാറുന്നോളാം. അതുകൊണ്ടല്ല, സത്യേട്ടൻ വിളിച്ചിട്ട് വന്ന ഒരാളെ പുറത്തു നിർത്തുന്നത് മര്യാദയല്ല. അതുകൊണ്ടാ വീട്ടിലേക്ക് ക്ഷണിച്ച്. പേടിക്കണ്ട, അച്ഛനും അമ്മയെ ആക്സിഡന്റ് പറ്റി വയ്യാതിരിക്കുക. അതുകൊണ്ട് പ്രതികാര നടപടിയൊന്നും ഉണ്ടാവില്ല. വാ. അച്ഛാ, മോള് ക്ലാസ്സിന് പോയില്ലേ? ഇല്ല അച്ഛാ. ഇറങ്ങുമ്പോ പുറത്തൊരു ഗസ്റ്റ് നിൽക്കുന്നു. ഗസ്റ്റോ? ഇവനോ? ഇവനെന്തിനാ ഇവിടെ വന്നത്? നീ എന്തിനാ മോളെ ഇവനൊക്കെ വീട്ടിൽ കയറ്റിയത്? എന്താ നിനക്ക് വേണ്ടത്? പണമാണോ? തരാം, എത്ര വേണമെങ്കിലും തരാം. ആദ്യം നീ എന്റെ മോളെ നിയമപരമായിട്ട് മോചിപ്പിക്കും. അച്ഛാ പ്ലീസ്. സത്യേട്ടൻ വിളിച്ചിട്ടാ സഞ്ജു വന്നത്. ഇന്ന് ഒരുമിച്ച് പോയി അഡ്വക്കേറ്റിനെ കാണാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യേട്ടൻ ക്ഷണിച്ചിട്ട് വന്ന ആളെ നമ്മളായിട്ട് ഇൻസൾട്ട് ചെയ്യാൻ പാടില്ലെന്ന് മാത്രമല്ല, നല്ല മര്യാദ കൊടുക്കുകയും വേണം. അതുകൊണ്ടാ ഞാനിങ്ങോട്ട് വിളിച്ചോണ്ട് വന്നു. സത്യേട്ടൻ വരുന്നത് വരെ സഞ്ജു ഇവിടെ ഇരിക്കട്ടെ അച്ഛാ. നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്. അച്ഛാ. വസന്തു, ടെൻഷൻ ആവണ്ട. അവരെങ്ങനെയെങ്കിലും ഒന്ന് റിയാക്ട് ചെയ്യണ്ടേ. ഇരിക്കെ, ഞാൻ കോഫി എടുത്തിട്ട് വരാം. വേണ്ട,